കരങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവന് സമാധാനം. തിരുവചനം ചൊല്ലിയും കുർബാനയിൽ പങ്കെടുത്തും ക്രിസ്മസ് ആഘോഷമാക്കുകയാണ് വിശ്വാസികൾ. സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ യേശുവിന്റെ ജനനത്തോടുള്ള ആദരസൂചകമായി പാതിരാ കുർബാനയും തിരുപ്പിറവി ചടങ്ങുകളും നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ക്ലിമ്മിസ് കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടന്നു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ രാത്രി 11 മണിക്ക് ആരംഭിച്ച പാതിരാ കുർബാനയ്ക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ കാർമ്മികത്വം വഹിച്ചു. ക്രിസ്മസ് സന്ദേശത്തിൽ സർക്കാരിനെതിരെ പരോക്ഷ വിമർശനവുമായി ബിഷപ്പ് രംഗത്തെത്തി. രക്ഷാപ്രവർത്തനത്തിന് പുതിയ വ്യാഖ്യാനം നൽകുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്നും സൗകര്യാർത്ഥം സത്യം വളച്ചൊടിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ദിവസത്തിൽ നമ്മുടെ നാട്ടിലെ പ്രധാന ദൈവങ്ങളിലൂടെ എത്ര ഭയപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടതും കേട്ടതും. രക്ഷാപ്രവർത്തനത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാധ്യമാണ് ചോദിക്കപ്പെടുന്നു, സൗകര്യാർത്ഥം നീതി നിഷേധിക്കപ്പെടുന്നു, വിവേചനങ്ങൾ കൂടി വരുന്നു. എറണാകുളം ജില്ലയിലും പള്ളികളിൽ പാതിരാ കുർബാനകൾ നടന്നു. സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടന്ന പാതിരാ കുർബാന ശുശ്രൂഷയ്ക്ക് വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സിറോ മലബാർ സഭ ആസ്ഥാനത്ത് നടന്ന ശുശ്രൂഷയ്ക്ക് സഭ അഡ്മിനിസ്ട്രേറ്റർ കുരിയ ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ നേതൃത്വം നൽകി. കോഴിക്കോട് നടന്ന പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ലോകത്ത് യുദ്ധങ്ങൾ അവസാനിച്ച് സമാധാനമുണ്ടാകണമെന്ന് കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ക്രിസ്മസ് സന്ദേശമായി പറഞ്ഞു. ദേവമാതാ കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് അദ്ദേഹം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ സമാധാനമൊക്കെ പോകുന്നത് എന്തുകൊണ്ടെന്ന് മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ്. ശരിക്കും പറഞ്ഞാൽ വാശിയാണ് മനുഷ്യന് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കാനും പൊറുക്കാനും അവന് പറ്റുന്നില്ല. ഇപ്പം നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളൊക്കെ വാശിയുടെ പേരിലാണ്. താമരശ്ശേരി മേരിമാതാ കത്തീഡ്രലിൽ രൂപതാ ബിഷപ്പ് മാർ റമീജിയോ സിഞ്ചനാനിയലിന്റെ നേതൃത്വത്തിലും കുർബാന നടന്നു. അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന കുർബാന തർക്കം ക്രിസ്മസ് രാവിലും ആവർത്തിച്ചു. ചിറ്റൂർ പള്ളിയിൽ സംഘർഷമുണ്ടായി. ഒടുവിൽ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്. ഇപ്പോൾ ക്രിസ്മസ് വിശേഷങ്ങളുമായി കൊച്ചി കടവന്ത്ര ഫാത്തിമ മാതാ പള്ളിയിൽ നിന്ന് എസ് രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകളടക്കം പുരോഗമിക്കുകയാണോ അവിടെ? എല്ലാവർക്കും മേരി ക്രിസ്മസ്. ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നതിൻ്റെ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ട് ക്രൈസ്തവ മതവിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഇപ്പോൾ പള്ളികളിലൊക്കെ തന്നെ നമുക്ക് കാണാം, വലിയ തിരക്കാണ് കാണാൻ കഴിയുന്നത്. വിശ്വാസികളൊക്കെ തന്നെ രാവിലെ മുതൽ പള്ളികളിലേക്ക് എത്തുകയാണ്. പുലർച്ചെ പാതിരാ കുർബാനയുണ്ടായിരുന്നു. ആ പാതിരാ കുർബാന സമയത്തൊക്കെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ സന്ദേശമാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ പങ്കുവയ്ക്കുന്നത്. ഇനി ഈ പ്രാർത്ഥനകൾക്ക് ശേഷം അവരവരുടെ വീടുകളിലേക്ക് പോകും. അവിടെ ഒത്തുചേരലുകളുണ്ടാകും, കൂട്ടായ്മകളുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം. അതോടൊപ്പം തന്നെ ഏവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ ക്രൈസ്തവ വിശ്വാസികളെല്ലാവരും ആ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നക്ഷത്രങ്ങളൊക്കെ തൂക്കി, അതോടൊപ്പം തന്നെ പുൽക്കൂടൊക്കെ അലങ്കരിച്ച്, കൂടാതെ അലങ്കാര വിളക്കുകളൊക്കെ തെളിച്ച് അവർ ക്രിസ്മസിനെ വരവേറ്റു. വലിയൊരു പുണ്യ ദിവസം കൂടിയാണ് ഇന്ന്. കാരണം ആ ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുഴുകി അവർ നിൽക്കുകയാണ്. പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ളൊരു ദിവസവും കൂടിയാണ്. കാരണം രാത്രി കുർബാനയുണ്ടായിരുന്നു. അതിനുശേഷം രാവിലെ 3 കുർബാനകൾ ഉണ്ടാകും. ആ കുർബാനകളിലൊക്കെ തന്നെ വിശ്വാസികൾ പങ്കുകൊള്ളുകയാണ്. പ്രാർത്ഥനകൾക്ക് ശേഷം അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നു. എന്തായാലും വലിയ ആഘോഷത്തിൻ്റെ ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയുടെ സമയമാണ്. ക്രിസ്തുദേവൻ മുന്നോട്ട് വച്ചിട്ടുള്ള സന്ദേശത്തിൻ്റെ ആ സന്ദേശം പ്രചരിക്കുന്നതിൻ്റെ ഒരു സമയവും കൂടിയാണ്. എന്തായാലും കരോൾ ഗാനവും അതിൻ്റെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും ഒക്കെയായി ക്രിസ്മസിനെ അവർ വരവേൽക്കുകയാണ്. വലിയ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഐക്യത്തിൻ്റെയും ഒക്കെ സന്ദേശമാണ് ഈ ക്രിസ്മസ് ദിനം ഏവർക്കും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് നേരുന്നു ഏവർക്കും.